എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് 167ാമത്തെ ചോദ്യമായിട്ട് ഇവിടെ തന്നിരിക്കുകയാണ്. അംബ്ലിബിക്കൽ കോഡ് ഈസ് ഫോംഡ് ഫ്രം ദ പ്ലാസൻഡ. സോ ഫ്രം വെയർ ദ അംബ്ലിബിക്കൽ കോഡ് ഈസ് ഫോംഡ്, എവിടെ നിന്നാണ് അംബ്ലിബിക്കൽ കോഡ് രൂപപ്പെട്ടു വന്നിരിക്കുന്നത്? അംബ്ലിബിക്കൽ കോഡ് ഈസ് ഫോംഡ് ഫ്രം ദ പ്ലാസൻഡ. പ്ലാസൻഡയിൽ നിന്നാണ് അംബ്ലിബിക്കൽ കോഡ് രൂപപ്പെട്ടു വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി 168ാമത്തെ ചോദ്യം. അമിനോട്ടിക് ഫ്ലൂയിഡ് ഈസ് ദ ഫ്ലൂയിഡ് ദാറ്റ് സറൗണ്ട്സ് ആൻഡ് പ്രൊട്ടക്റ്റ് ആൻ എംബ്രിയോ വൈൽ ഇറ്റ് ഈസ് ഗ്രോയിങ് ഇൻ ദ യൂട്രസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് അമിനോട്ടിക് ഫ്ലൂയിഡ് എന്ന് ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെ എഴുതാം. അമിനോട്ടിക് ഫ്ലൂയിഡ്, വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് അമിനോട്ടിക് ഫ്ലൂയിഡ് എന്ന് ചോദിച്ചാൽ അമിനോട്ടിക് ഫ്ലൂയിഡിൻ്റെ ധർമ്മം എന്താണ്, അല്ലെങ്കിൽ ചെയ്യുന്ന പ്രവർത്തനം എന്താണ് എന്നാണ് ചോദ്യം. ഓക്കെ, അമിനോട്ടിക് ഫ്ലൂയിഡ് ഈസ് ദ ഫ്ലൂയിഡ്. അമിനോട്ടിക് ഫ്ലൂയിഡ് എന്ന് പറയുന്ന ഒരു ഫ്ലൂയിഡാണ്, അല്ലെങ്കിൽ ദ്രാവകമാണ്. ദാറ്റ് സറൗണ്ട് ആൻഡ് പ്രൊട്ടക്റ്റ്, അതെന്താണ് ചെയ്യുന്നത്? ചുറ്റുന്നു, അല്ലെങ്കിൽ അത് കവർ ചെയ്യുന്നു. ആൻഡ് പ്രൊട്ടക്റ്റ് എന്ന് വെച്ചാൽ സംരക്ഷിക്കുന്നു. ആൻഡ് എംബ്രിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഗർഭസ്ഥ ശിശുവായിട്ട് രൂപപ്പെടുന്ന ആ ഫീറ്റസിനാണ് എംബ്രിയോ. വൈൽ ഇറ്റ് ഈസ് ഗ്രോയിങ് ഇൻ ദ യൂട്രസ്, അത് യൂട്രസിനകത്ത് അല്ലെങ്കിൽ അമ്മയുടെ ഗർഭപാത്രത്തിൽ വളരുമ്പോൾ അമിനോട്ടിക് ഫ്ലൂയിഡ് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ഓക്കെ, അതിനെ ചുറ്റിലുമായിട്ട്. ഓക്കെ, ഇനി 169ാമത്തെ ചോദ്യം. അമിനോട്ടിക് ഫ്ലൂയിഡ് ഈസ് ഫൗണ്ട് ഇൻ ദ യൂട്രസ് വിത്തിൻ എ മെംബ്രൈൻ കോൾഡ് അമിനോൺ. അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ് വേർ ഡു വി ഫൈൻഡ് അമിനോട്ടിക് ഫ്ലൂയിഡ് എന്ന് ചോദിച്ചാൽ നമ്മൾ ഇങ്ങനെ എഴുതുക. അമിനോട്ടിക് ഫ്ലൂയിഡ് ഈസ് ഫൗണ്ട് ഇൻ ദ യൂട്രസ്. അമിനോട്ടിക് ഫ്ലൂയിഡ് എവിടെയാണ്? യൂട്രസിനകത്ത് അല്ലെങ്കിൽ ഗർഭപാത്രത്തിനകത്താണ് കാണപ്പെടുന്നത്. വിത്ത് എ മെമ്മറൈൻ കോൾഡ് അമിനോൺ. ആ കവചത്തിന് പറയുന്ന പേരാണ്, ഒരു കവചത്തിനകത്താണ് കാണപ്പെടുന്നത്. ആ കവചത്തിന് പറയുന്ന പേരാണ് അമിനോൺ. അപ്പം അമിനോൺ എന്ന് പറയുന്ന കവചത്തിനകത്താണ് അമിനോട്ടിക് ഫ്ലൂയിഡ് യൂട്രസിനകത്ത് അല്ലെങ്കിൽ ഗർഭപാത്രത്തിനകത്ത് കാണപ്പെടുന്നത്. ഇനി 170ാമത്തെ ചോദ്യമാണ് നമ്മൾ കാണുവാനായിട്ട് പോകുന്നത്. ഓക്കെ, അമിനോട്ടിക് ഫ്ലൂയിഡ് പ്രിവെൻറ്റ്സ് ഡീഹൈഡ്രേഷൻ ഓഫ് ദ ഫീച്ചേഴ്സ് ആൻഡ് പ്രൊട്ടക്റ്റ് ഇറ്റ് ഫ്രം എക്സ്റ്റേണൽ ഷോക്ക്. അതായത് അമിനോട്ടിക് ഫ്ലൂയിഡ് എന്താണ് ചെയ്യുന്നത്? പ്രിവെൻറ്റ്സ് ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നിർജ്ജലീകരണം. അപ്പോൾ അമിനോട്ടിക് ഫ്ലൂയിഡ് ചെയ്യുന്ന ഒന്നാമത്തെ പ്രവർത്തനം എന്താണ്? അമിനോട്ടിക് ഫ്ലൂയിഡ് എന്ത് ചെയ്യുന്നു? നിർജ്ജലീകരണം തടയുന്നു. ആരുടെ നിർജ്ജലീകരണമാണ് തടയുന്നത്? അമിനോട്ടിക് ഫ്ലൂയിഡ് നിർജ്ജലീകരണം തടയുന്നു. അതുപോലെ തന്നെ എന്താണ്? പ്രൊട്ടക്റ്റ് ഫ്രം എക്സ്റ്റേണൽ ഷേക്ക്, അതായത് ബാഹ്യ ക്ഷതങ്ങളിൽ നിന്നും ആരെ സംരക്ഷിക്കുന്നു? ആ ഫീച്ചസിനെ സംരക്ഷിക്കുന്നു ഓഫ് ദ ഫീച്ചേഴ്സ്. ആൻഡ് അപ്പം നമുക്ക് 170ാമത്തെ കാര്യം മനസ്സിലായെന്ന് തോന്നുന്നു. ഇനി 171ാമതിലേക്ക് പോവാണ്. അമിനോൺ ഈസ് എ തിൻ മെമ്മറൈൻ ഫോമിങ് എ ക്ലോസ്ഡ് സാക്ക് അറൗണ്ട് ദ എംബ്രിയോ ഓർ ഫീച്ചേഴ്സ്. അപ്പം നമ്മളോട് ചോദിക്കുകയാണ് വാട്ട് ഈസ് അമിനോൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുക അമിനോൺ ഈസ് എ തിൻ മെമ്മറൈൻ. അതായത് അമിനോൺ എന്ന് പറയുന്നത് ഒരു കട്ടി കുറഞ്ഞ കവചമാണ്. ഫോമിങ് എ ക്ലോസ്ഡ് സാക്ക്, അതൊരു ക്ലോസ്ഡ് ആണ്, അത് പൂർണ്ണമായിട്ടും കവചപ്പെട്ടിരിക്കുകയാണ്. അതിന് ഒരു സ്ഥലത്തും ഓപ്പണിംഗ് ഇല്ല, തുറവിയില്ലാത്ത ഒരു ചാക്കാണ്. എറൗണ്ട് ദ എംബ്രിയോ, അത് എംബ്രിയോയ്ക്ക് ചുറ്റുമാണ്. ഓർ ഫ്യൂച്ചസ്, എംബ്രിയോ എന്ന് പറയാം, അല്ലെങ്കിൽ ഫ്യൂച്ചസിന് ചുറ്റും തുറവിയില്ലാതെ കട്ടി കുറഞ്ഞ ഒരു ചാക്ക് പോലെ രൂപപ്പെട്ടു വന്നിരിക്കുന്നതാണ് അമിനോൺ. ഈ അമിനോണിനകത്താണ് അമിനോട്ടിക് ഫ്ലൂയിഡ്. ഓക്കെ, ഇനി 172ാമത്തെ ചോദ്യം. അമിനോൺ കണ്ടെയ്ൻസ് എ വാട്ടറി ഫ്ലൂയിഡ് ഇൻ വിച്ച് ദ എംബ്രിയോ ഓർ ഫ്യൂച്ചസ് ഈസ് ഇമേഴ്സ്ഡ്. ഓക്കെ, ഈ അമിനോട്ടിക് ഫ്ലൂയിഡ് എന്താണ് ചെയ്യുന്നത്? ഒരു വാട്ടറി കണ്ടൻ്റാണ് അമിനോണിനകത്ത് കിടക്കുന്നത്. ആ വാട്ടറി കണ്ടൻറ്റിൻ്റെ പേര് അമിനോൺ എന്നാണ്. ഈ അമിനോണിലാണ് ഫീച്ചേഴ്സ്, അതായത് ഗർഭസ്ഥ ശിശു ഇമേഴ്സ് ചെയ്ത് മുങ്ങിക്കിടക്കുന്നത്. അപ്പോൾ നമ്മളൊക്കെ വിചാരിക്കുക നമ്മളൊക്കെ അമിനോട്ടിക് ഫ്ലൂയിഡ് എന്ന് പറയുന്ന ഒരു തരം ദ്രാവകത്തിനകത്ത് മുങ്ങിക്കിടക്കുകയായിരുന്നു അമ്മയുടെ ഗർഭത്തിലായിരിക്കുന്ന കാലഘട്ടത്തിൽ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുക. ഓക്കെ, ഇനി 173ാമത്തെ ചോദ്യം. ദ അമിനോൺ മെമ്മറൈൻ ഈസ് ഫൗണ്ട് ഫ്രം എംബ്രിയോണിക് സെൽസ് ഡ്യൂറിങ് ദ ഏർലി സ്റ്റേജ് ഓഫ് ദ ഫ്യൂച്ചേഴ്സ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ എങ്ങനെയാണ് അമിനോൺ മെമ്മറൈൻ രൂപപ്പെട്ടു വരുന്നത്, അല്ലെങ്കിൽ എവിടെ നിന്നാണ് അമിനോൺ മെമ്മറൈൻ രൂപപ്പെട്ടു വരുന്നത്? ഫ്രം വെയർ ദ അമിനോൺ മെമ്മറൈൻസ് ആർ ഫോംഡ്. ദ അമിനോൺ മെമ്മറൈൻ ഈസ് ഫോംഡ്. അമിനോൺ മെമ്മറൈൻ രൂപപ്പെട്ടു വരുന്നു ഫ്രം ദ എംബ്രിയോണിക് സെൽസ്, അതായത് എംബ്രിയോണിക് സെൽ, അതായത് എംബ്രിയോയിൽ ഉണ്ടാകുന്ന സെല്ലുകളിൽ നിന്നാണ്. ഡ്യൂറിങ് ദ അതായത് ഏർലി സ്റ്റേജ് ഓഫ് ദ ഫീച്ചേഴ്സ് ഡെവലപ്മെൻറ്റ്, അതായത് ഒരു ഫീച്ചസിൻ്റെ ആദ്യകാല വളർച്ചയുടെ സമയത്താണ് ഈ അമിനോൺ മെമ്മറൈൻ രൂപപ്പെട്ടു വരുന്നതും. അതുപോലെ ഈ ഫീറ്റസ് വളരുന്നതിനനുസരിച്ച് ഈ അമിനോൺ മെമ്മറൈൻ വളരുകയും ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ ഇനി 174ാമതിലേക്ക് നമ്മൾ പോവുകയാണ്.
ബേബി സ്റ്റാർട്ട് ടു പീ ഇൻസൈഡ് ദ അമിനോട്ടിക് സാക്ക് അറൗണ്ട് വീക്ക് 8. അതായത് 8ാമത്തെ ആഴ്ച എത്തുമ്പോഴത്തേക്കും കുഞ്ഞുങ്ങൾ ചെറുതായിട്ട് അമിനോട്ടിക് ഫ്ലൂയിഡിനകത്ത് മൂത്രത്തിൻ്റെ അംശം കൊണ്ടുവരുന്നതിനായിട്ട് അല്ലെങ്കിൽ മൂത്രം ഒഴിക്കുന്നതായിട്ട് നമുക്ക് കാണപ്പെടുന്നതും ഉണ്ട് എന്നുള്ള കാര്യവും നമ്മൾ മനസ്സിലാക്കുക. ഇനി ഉള്ളത് ഏതാണെന്ന് ചോദിച്ചാൽ 175ാമത്തെ ചോദ്യമാണ്. ദ പ്ലാസൻഡ ബിഗിൻസ് ടു ഫോം ആഫ്റ്റർ എ ഫെർട്ടിലൈസ്ഡ് എഗ് ഇംപ്ലാന്റ്സ് ഇൻ ദ യൂട്രസ്. അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ് വെൻ ഡു പ്ലാസൻഡ സ്റ്റാർട്ട് ടു ഫോം, എപ്പോഴാണ് പ്ലാസൻഡ രൂപപ്പെടുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ പറയുക ദ പ്ലാസൻഡ ബിഗിൻസ് ടു ഫോം ആഫ്റ്റർ ഫെർട്ടിലൈസ്ഡ് എഗ് ഇംപ്ലാന്റ്സ് ഇൻ ദ യൂട്രസ്. അതായത് പ്ലാസൻഡ ഒരു ഫെർട്ടിലൈസ്ഡ് എഗ് എപ്പോഴാണ് രൂപപ്പെട്ടതിന് ശേഷം ആണ്, എന്താണ് ഫെർട്ടിലൈസ്ഡ് എഗ് ഇംപ്ലാന്റ് ചെയ്യപ്പെട്ടതിന് ശേഷമാണ്, യൂട്രസിൽ ഇംപ്ലാന്റ് ചെയ്യപ്പെട്ടതിന് ശേഷമാണ് പ്ലാസൻഡ വളരുന്നത്. ഓക്കെ, ഇനി 176ാമത്തെ ചോദ്യം. പ്ലാസൻഡ സ്റ്റാർട്ടഡ് ടു ഗ്രോ അറൗണ്ട് 7 to 10 days ആഫ്റ്റർ ദ കൺസെപ്ഷൻ. അപ്പം വെൻ ഡു പ്ലാസൻഡ സ്റ്റാർട്ടഡ് ടു ഗ്രോ, എപ്പോഴാണ് പ്ലാസൻഡ വളർച്ച തുടങ്ങുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ എഴുതുക പ്ലാസൻഡ സ്റ്റാർട്ടഡ് ടു ഗ്രോ, പ്ലാസൻഡ വളരുവാനായിട്ട് തുടങ്ങുന്നു അറൗണ്ട് 7 to 10 days, അതായത് ഏകദേശം 7 മുതൽ 10 ദിവസം വരെ ആഫ്റ്റർ കൺസെപ്ഷൻ, അതായത് ഗർഭധാരണം നടന്ന് 10 ദിവസത്തിനുള്ളിൽ 7 മുതൽ 10 ദിവസത്തിനുള്ളിലാണ് പ്ലാസൻഡ വളരുവാനായിട്ട് തുടങ്ങുന്നത്. ഇനി 177ാമത്തെ ചോദ്യം. പ്ലാസൻഡ കണ്ടിന്യൂ ടു ഗ്രോ ത്രൂ ഔട്ട് ദ പ്രഗ്നൻസി ടു സപ്പോർട്ട് ദ ബേബി. അതായത് പ്ലാസൻഡ എന്താ ചെയ്യുന്നത്, കണ്ടിന്യൂസ് ടു ഗ്രോ, തുടർച്ചയായിട്ട് വളരുന്നു. എപ്പോഴാണ്, ത്രൂ ഔട്ട് ദ പ്രഗ്നൻസിയുടെ മുഴുവൻ സമയവും ടു സപ്പോർട്ട് ദ ബേബി, ആ ബേബിയെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി പ്ലാസൻഡ തുടർച്ചയായിട്ട് വളരുന്നു. അപ്പോൾ നമ്മൾ ചോദിക്കുക ഈസ് ദ പ്ലാസൻഡ ഹാസ് എ എൻഡ് ഓഫ് ഗ്രോത്ത്, പ്ലാസൻഡയുടെ വളർച്ചയ്ക്ക് അവസാനമുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയുക പ്ലാസൻഡ കണ്ടിന്യൂസ് ടു ഗ്രോ, പ്ലാസൻഡ തുടർച്ചയായി വളരുന്നു ത്രൂ ഔട്ട് ദ പ്രഗ്നൻസി, അതായത് ഗർഭകാലം മുഴുവൻ ടു സപ്പോർട്ട് ദ ബേബി, അതായത് ബേബിയെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇനി 178ാമത്തെ ചോദ്യം. പ്ലാസൻഡ സ്റ്റാർട്ട്സ് ആസ് എ ഫ്യൂ സെൽസ് ആൻഡ് ഗ്രോസ് ടു ബി സെവറൽ ഇഞ്ച് ലോങ്. സോ അപ്പോൾ ഹൗ ഈസ് ദ സ്റ്റാർട്ടിങ് ഓഫ് പ്ലാസൻഡ എന്ന് ചോദിച്ചാൽ പ്ലാസൻഡ സ്റ്റാർട്ട്സ് ആസ് എ ഫ്യൂ സെൽസ്, അതായത് പ്ലാസൻഡ ഒരു കുറച്ച് സെല്ലുകളുമായിട്ട് തുടങ്ങിയിട്ട് ഗ്രോസ് ടു ബി സെവറൽ ഇഞ്ചസ് ലോങ്, അത് വളരെയധികം സെല്ലുകളുമായിട്ട് അത് വളരെയധികം നീളത്തിലാണ് വളരുന്നത്. ഈ പ്ലാസൻഡ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അതിന് പൊക്കിൾക്കൊടി എന്ന് പറയും. നമ്മൾ ഈ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ ആശുപത്രി ചെന്ന് കുഞ്ഞുങ്ങളെ നോക്കുവാണെങ്കിൽ കുഞ്ഞുങ്ങളുടെ പൊക്കിളിൻ്റെ അവിടെ ഒരു കറുത്ത ചരട് പോലെ ഒരു സാധനം നീണ്ടിരിക്കുന്ന കാണാം. അതിനാണ് ഈ പ്ലാസൻഡ എന്ന് പറയുന്നത്. നിങ്ങളത് മനസ്സിലാക്കിക്കൊള്ളുക. ഓക്കെ, ഇനി 179ാമത്തെ ചോദ്യം. പ്ലാസൻഡ ഹെൽപ്സ് ടു കീപ്പ് ദ ബേബി അലൈവ് ആൻഡ് ഹെൽത്തി ഡ്യൂറിങ് പ്രഗ്നൻസി. അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ് വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് പ്ലാസൻഡ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം പ്ലാസൻഡ ഹെൽപ്സ് ടു കീപ്പ് ദ ബേബി അലൈവ് ഹെൽത്തി ഡ്യൂറിങ് പ്രഗ്നൻസി. ഇതേ സമയത്ത് തന്നെ നമുക്ക് മറ്റൊരു കാര്യവും പറയാം. ഈ പ്ലാസൻഡയിലൂടെയാണ് ഈ ബേബിക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജനും പോഷകങ്ങളും കിട്ടുകയും അവിടെ ഉണ്ടാകുന്ന ബേബിയുടെ ശരീരത്തിലുണ്ടാകുന്ന വേസ്റ്റ് നിർമ്മാർജ്ജനം ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഇനി 180ാമത്തെ ചോദ്യമാണ്. ബ്ലഡ് പാസസ് ത്രൂ ദ പ്ലാസൻഡ ആൻഡ് പ്രൊവൈഡ് ഓക്സിജൻ ഗ്ലൂക്കോസ് ആൻഡ് ന്യൂട്രിയൻസ് ടു ദ ബേബി ത്രൂ ദ അംബ്ലിബിക്കൽ കോഡ്. അപ്പോൾ അംബ്ലിബിക്കൽ കോഡിലൂടെ പ്ലാസൻഡയിലൂടെ നമുക്ക് എന്ത് ചെയ്യുവാനായിട്ട് സാധിക്കും, ബ്ലഡ് പാസ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. എങ്ങോട്ട്, ആ ബേബിയുടെ ശരീരത്തിന് അകത്തേക്ക് പാസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാൻ ആദ്യം ഒരു മിസ്റ്റേക്ക് പറഞ്ഞു എന്ന് തോന്നുന്നു. പ്ലാസൻഡ എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളുടെ വയറിൻ്റെ അവിടെ കാണുന്ന പൊക്കിളിൻ്റെ അവിടെ കാണുന്ന ഒരു ചരട് പോലെയുള്ള സാധനമാണെന്ന് പറഞ്ഞെന്ന് തോന്നുന്നു. പക്ഷേ അത് അങ്ങനെയല്ല. അംബ്ലിബിക്കൽ കോഡിനാണ് കേട്ടോ ആ ചരട് പോലെയുള്ള സാധനം എന്ന് പറഞ്ഞത്. ഈ അംബ്ലിബിക്കൽ കോഡ് കണക്ട് ചെയ്യപ്പെടുന്ന സ്ഥലത്തെയാണ് ഈ പ്ലാസൻഡ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയതാണ്, അത് നിങ്ങൾ ചേഞ്ച് ചെയ്യുക. ഓക്കെ, ഇനി 181ാമത്തെ ചോദ്യം. പ്ലാസൻഡ ഫിൽറ്റേഴ്സ് ഔട്ട് എക്സ്പെൽസ് ഹാംഫുൾ വേസ്റ്റ് ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം ബേബീസ് ബ്ലഡ് വെൻ ബേബി ഈസ് ഇൻ ദ യൂട്രസ്. അപ്പോൾ പ്ലാസൻഡ ചെയ്യുന്ന മറ്റൊരു പരിപാടി എന്താണ്, ഹാംഫുൾ വേസ്റ്റ് എല്ലാം ബേബിയുടെ ശരീരത്തിൽ നിന്നും പുറന്തള്ളുക എന്നുള്ള പരിപാടി കൂടി, അതായത് പ്ലാസൻഡ ഫിൽറ്റേഴ്സ്, പ്ലാസൻഡ ശുദ്ധീകരിക്കുന്നു ഔട്ട് ദ എക്സ്പെൽസ്, അതുപോലെ തന്നെ എക്സ്പെൽ ചെയ്യുന്നു, പുറത്തേക്ക് കളയുന്നു ഹാംഫുൾ വേസ്റ്റ്, അതായത് ദോഷകരമായിട്ടുണ്ടാകുന്ന വേസ്റ്റ് ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം ബേബീസ് ബ്ലഡ്, ബേബിയുടെ ബ്ലഡിൽ നിന്നും വെൻ ബേബി ഈസ് ഇൻ ദ യൂട്രസ്, ബേബി ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ. ഓക്കെ, ഇനി 182ാമത്തെ ചോദ്യം. അമിനോട്ടിക് ഫ്ലൂയിഡ് ഈസ് ദ ഫ്ലൂയിഡ് ദാറ്റ് സറൗണ്ട്സ് ആൻഡ് പ്രൊട്ടക്ട് ആൻ എംബ്രിയോ വൈൽ ഇറ്റ് ഈസ് ഗ്രോയിങ് ഇൻ ദ യൂട്രസ്. ഓക്കെ, അമിനോട്ടിക് ഫ്ലൂയിഡിൻ്റെ ആ പ്രവർത്തനം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയുക അമിനോട്ടിക് ഫ്ലൂയിഡ് ഈസ് ദ ഫ്ലൂയിഡ്. അമിനോട്ടിക് ഫ്ലൂയിഡ് എന്ന് പറയുന്ന ദ്രാവകമാണ് സറൗണ്ട്സ് ആൻഡ് പ്രൊട്ടക്ട് എംബ്രിയോയെ കവർ ചെയ്യുകയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് വൈൽ ഇറ്റ് ഈസ് ഗ്രോ ഇൻ ദ യൂട്രസ്, അത് യൂട്രസിനകത്ത് വളരുന്ന സമയത്ത്. ഇനി 183ാമത്തെ ചോദ്യം. അമിനോട്ടിക് ഫ്ലൂയിഡ് പ്രിവെൻറ്റ് ഡീഹൈഡ്രേഷൻ
ഡീഹൈഡ്രേഷൻ ഓഫ് ദ ഫീറ്റസ്. അതായത് അമിനോട്ടിക് വാട്ട് പ്രിവെൻസ് ദ ഡീഹൈഡ്രേഷൻ ഓഫ് ഫീറ്റസ് എന്ന് ചോദിച്ചാൽ നമ്മൾ എഴുതേണ്ടത് എന്താണ് ഡീഹൈഡ്രേഷൻ, നിർജ്ജലീകരണം, ഫീറ്റസിൻ്റെ നിർജ്ജലീകരണത്തെ തടയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എഴുതുക അമിനോട്ടിക് ഫ്ലൂയിഡ് തടയുന്നു എന്ത്, ഡീഹൈഡ്രേഷൻ ഓഫ് ദ ഫീറ്റസിൻ്റെ നിർജ്ജലീകരണത്തെ തടയുന്നു എന്ന് എഴുതുക. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഈ പാഠഭാഗം മനസ്സിലായെന്ന്. ഇനി നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് പോവുകയാണ്.